വികസനം ഒരു തുടർ പ്രവർത്തനമാണ്. സംസ്ഥാന ഭരണവും നിയോജക മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും മാറി മാറി വരാം. പക്ഷേ നാടിൻ്റെ വികസനത്തിൽ പക്ഷപാതിത്വം ഉണ്ടാകുന്നത് ശരിയല്ല. പാലായുടെ വികസന സംസ്കാരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിഷ്ക്രിയത ബാധിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ രണ്ട് പക്ഷം ഉണ്ടാവാനിടയില്ല. 53 വർഷത്തെ സമഗ്രമായ വികസന പാതയിൽ കല്ലും മുള്ളും വിരിക്കുവാൻ സമ്മതിദായകർ ആരെയും അനുവദിക്കരുത്. പൊള്ളയായ അവകാശവാദങ്ങളുടെയും സ്വാർത്ഥ ചിന്തകളുടെയും മേച്ചിൽപ്പുറമാകുവാൻ ജനം എന്തിന് നിന്നുകൊടുക്കണം? തളരുന്ന പാലായല്ല, വളരുന്ന പാലായാണ് വേണ്ടത്. 5 പതിറ്റാണ്ട് നമ്പർ 1 മണ്ഡലമായി നിലകൊണ്ട മാണിസാറിന്റെ പാലാ മോഡൽ ഇനിയും നിലനിർത്തണം. വികസന പദ്ധതികൾ വഴിമുടക്കിക്കൊണ്ടുള്ള പാലായുടെ പുതിയ സംസ്കാരമാണ് വഴിമാറേണ്ടത്. വികസന ചരിത്രത്തെ കാടുകയറ്റുന്ന ചരിത്രം പാലായിൽ സൃഷ്ടിക്കരുത്. എവിടെയാണ് നാടെന്ന് ചോദിച്ചാൽ മാണിസാറിന്റെ പാല എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന മുൻ തലമുറ ഇനിയും പാലാക്കാരനാണെന്ന് പറയുവാൻ മടിക്കുന്ന സാഹചര്യം നമുക്ക് വേണോ? ജനവിധി നാടിന്റെ തലവിധിയായി മാറ്റരുത്. എങ്ങും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, അടുത്ത തലമുറയ്ക്കായി കാത്തുവയ്ക്കുന്ന പദ്ധതികൾ വേണ്ടേ? ഇല്ലായ്മയുടെ നാടായി പാലായെ മാറ്റാതെ മറ്റുള്ളവർക്ക് മാതൃകയായി തലയുയർത്തി നിൽക്കുവാൻ, നാടിനെ പ്രാപ്തനാക്കുവാൻ ഇച്ഛാശക്തിയും കാര്യപ്രാപ്തിയും നാടിനോട് കൂറുമുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. 5.5 പതിറ്റാണ്ട് പരമോന്നത നിയമനിർമ്മാണ സഭയിൽ ബജറ്റുകളിൽ ഇടം പിടിച്ച പാലായ്ക്ക് അത് കൈമോശമാകരുത്. സംവാദം തുടരുകയാണ്. പാലായുടെ തളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ സ്വാർത്ഥ ചിന്തകൾ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച സംവാദത്തിന്റെ 1ാം ഭാഗത്തിന് തുടർച്ചയായി പാലായുടെ വികസന സംസ്കാരം രാഷ്ട്രീയത്തിനതീതമായ കൂട്ടായ്മയുടെ കരുത്തായി വളരേണ്ടതാണ്. 2025 പാലായുടെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കാണാം ചർച്ചയുടെ 2ാം ഭാഗത്തിലൂടെ. 2024 പാല ഒരു തിരിഞ്ഞുനോട്ടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനും പാലായിലെ ഒരു മികച്ച പൊതുപ്രവർത്തനമായ ശ്രീ ജെയ്സൺ മാന്തോട്ടം അവറുകളും പാലാ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റും KM മാണിസാറിനോടൊപ്പം നിരവധി വർഷം ചെലവഴിച്ച ശ്രീ ഔസേപ്പച്ചൻ വാളിപ്പിളക്കൽ അവറുകളുമാണ്. ഇരുവർക്ക് സ്വാഗതം. നിങ്ങളെ സുദീർഘമായി പാലായെക്കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ ന്യായമായിട്ട് എൻ്റെ മനസ്സിലേക്ക്, ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സിലേക്കും വന്നൊരു സംശയം, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഇതിനകത്തില്ല? ഈ ഇപ്പോൾ പാലായ്ക്ക് വന്നിരിക്കുന്ന ഈ വല്ലായ്മയുടെ കാലഘട്ടത്തിന് ഇവിടെ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ, അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജനപ്രതിനിധിയുടെ മാത്രം ഒരു കുറ്റമാണോ? അതെയോ? ജനപ്രതിനിധികളുടെ കുറ്റമുണ്ട്, ജനങ്ങളുടെ കുറ്റമുണ്ട്. ജനങ്ങളാണ് ജനപ്രതിനിധിയെ പ്രേരിപ്പിക്കേണ്ടത്. ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് അങ്ങനെ ഇപ്പം പെട്ടെന്ന് പാലായെ സംബന്ധിച്ചിടത്തോളം നല്ല റോഡുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് വന്നിട്ടില്ല. ഈ പൊളിയാനും തുടങ്ങുക, ഇങ്ങനെ നടപ്പാകാൻ നോക്കിയ യാത്രാ തടസ്സം അനുഭവം അന്നേരമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് KSRTC നഷ്ടത്തിലല്ലേ എന്നായിരിക്കും അവരുടെ ചിന്ത വരുന്നത്, അല്ല വേറൊരു ചിന്ത വരുന്നില്ല. അതാണ് മുതലെടുക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് വരുന്നത് ചൂണ്ടിക്കാണിക്കണം. പരാതി പരിഹാര വേദികൾ എത്രയോ സ്ഥലങ്ങളുണ്ട്. എല്ലാം ജനപ്രതിനിധികളായിട്ട് സർക്കാർ തലത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ ഏതൊരു പരിപാടിക്കും അതാത് വകുപ്പുകൾ എല്ലാ മാസവും കളക്ടറേറ്റില് വികസന സമിതിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മാത്രം. താലൂക്ക് തലത്തിലുണ്ട്, താലൂക്ക് വികസന സമിതിയുണ്ട്. ഇതല്ലാതെ വകുപ്പുകളിലെ അവലോകന യോഗമുണ്ട്. ഇവിടെ എവിടെയും പറയാൻ നമുക്കാർക്കും അവിടെ പ്രവേശനമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അവിടെ എല്ലാം ചർച്ച ചെയ്യുന്ന ജനപ്രതിനിധികളുമായിട്ട് ത്രൂ ആയിട്ടാണ് ചർച്ച. പരാതി ഉണ്ടോ അതിലുള്ള മിനിറ്റ്സ് മാത്രം പരിശോധിച്ചാൽ മതി. ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ ഇന്നെല്ലാം സുതാര്യമായ എല്ലാവർക്കും രേഖകളാണ്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തൊരു ഉപേക്ഷ ഉണ്ടായിട്ടുണ്ടോ, അലംഭാവം ഉണ്ടായിട്ടുള്ളോ എന്ന് തെളിയിക്കാൻ പറ്റും. അല്ല, ഈ ഒരു പ്രതിപക്ഷ MLA-യുടെ നിയോജകമണ്ഡലം എന്ന രീതിയിൽ ഗവൺമെന്റിന് എങ്ങനെയും വൈരാഗ്യപരമായ ഒരു നിലപാടുകളോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണുന്നില്ല മുഖ്യമന്ത്രിയുമായിട്ട് പ്രത്യേക ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ അവിടെ ക്യാമറയും സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ. ആ രേഖയും കൂടെ പരിശോധിക്കേണ്ടത് എപ്പോഴാണ് ഇവർ തമ്മിൽ ഇങ്ങനെ കാണുന്നതെന്നൊക്കെ ജനങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും മുഖ്യമന്ത്രി നല്ലൊരു അഭിപ്രായം മുഖ്യമന്ത്രിയെ കാണുക എന്ന് പറഞ്ഞു. അതായത് UDF MLA UDF നയത്തിന് വിരുദ്ധമായി പ്രതിപക്ഷ നേതാവിന്റെ അനുവാദമില്ലാതെ മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തി പദ്ധതികൾക്ക് പണം മേടിക്കുന്നു. അപ്പൊ പിന്നെ ആ ഒരു ആരോപണത്തിന് നിലയില്ല. പത്രത്തിൽ വായിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് നടത്തിയ ചർച്ചകളുടെ റിയാസുമായിട്ട് പൊതുമരാമത്ത് മന്ത്രിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം അവിടെ പ്രതികാരം ഉണ്ടോ? ഇല്ലല്ലോ. ഗവൺമെന്റിന് പ്രതികാരം. അപ്പൊ പിന്നെ അങ്ങനെയാണ് പിന്നെ എല്ലാ പരിപാടിയും അങ്ങനെ നടത്താമല്ലോ. സമീപ മണ്ഡലങ്ങളിലും അല്ലെ സമീപ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലൊക്കെ വികസനത്തിന്റെ കാഴ്ചപ്പാട് ഗവൺമെന്റ് അവരെ അങ്ങനെ എവിടെയല്ലോ പ്രതിപക്ഷ MLA പറയത്തില്ല. കാരണം വീഴ്ച ഉണ്ടെങ്കിൽ അവരുടെ വീഴ്ച, അവരുടെ ശുപാർശയാണ്. അതില്ലാത്ത കുഴപ്പം വന്നെങ്കിലേ ഉള്ളൂ പറയാനൊക്കെ ഉള്ളൂ. അത് പറയാൻ ആർക്കും പറ്റത്തില്ല. അതിനാണ് കൃത്യമായി 20 പ്രൊജക്ട് കൊടുക്കാൻ, ബഡ്ജറ്റ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്.
പ്രൊജക്ട് കൊടുക്കാൻ വരുമ്പോൾ അതിന് ഡ്രാഫ്റ്റ് എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പം നടക്കും. ഇത് പിന്നെ ബഡ്ജറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കില്ലെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അവിടെയാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ബഡ്ജറ്റ് വന്നു അത് നമ്മൾ പുറകെ നിന്നത് ഫോളോ അപ്പ് ചെയ്തത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ബഡ്ജറ്റിൽ വന്നു, അതിന് 2 ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ വികസനമാകുമല്ലോ, അത് യാഥാർത്ഥ്യമാകട്ടെ. ഞാൻ വേറെ കാര്യം, ഒരു 4-5 വർഷം മുമ്പ് പാലായി കണ്ട ഒരു ഫ്ലെക്സ് ആണ്, ചരിത്രം മാറുന്നു ചിലർ വരുമ്പോൾ എന്നുള്ളത്. പാലായുടെ ചരിത്രം ഒന്ന് മാറി, പക്ഷെ ആ ചരിത്രം നമുക്ക് പാലക്കാർക്ക് അനുകൂലമായിട്ടാണോ? അത് വലിയ തമാശയാണ്. പാലായുടെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു അല്ലെ, അതാണ് വലിയ ഫ്ലെക്സ് ബോർഡ് ഉണ്ടായത് എന്ന് പറഞ്ഞാല്. ഈ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു പറഞ്ഞാൽ എന്തായിരുന്നു ചരിത്രം എന്ന് കൂടെ അറിയണം അല്ലെ. പാലായുടെ ചരിത്രം എന്തായിരുന്നു? നിങ്ങൾ പറയാൻ നല്ല ചരിത്രമാണോ മാറിപ്പോയി? അല്ല, പാലായുടെ ചരിത്രം പാലായുടെ ചരിത്രം നിയമവെള്ളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ ചരിത്രം അല്ലെ, പുരോഗതിയുടെ ചരിത്രം. മറ്റ് ഒരു നിയോജക മണ്ഡലത്തിലും ഇല്ലാത്ത, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്ന ചരിത്രമാണ് പാലായ്ക്കുണ്ടായത്. ആ ചരിത്രം വഴിമാറി ഇന്നു അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞോണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഇങ്ങോട്ട് പാലായുടെ ചരിത്രം വികസനത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി. ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയാണ്. ചരിത്രം വഴിമാറി, ചരിത്രം തീർച്ചയായിട്ടും വഴിമാറി. അതിന് വികസനത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ വികസനമേ ഇല്ല. പാലായുടെ എന്താണ്? പാലായുടെ സമാധാനപരമായ അന്തരീക്ഷം, പാലായുടെ വികസനം, പാലായുടെ ഒരു കൾച്ചർ, അതൊക്കെ കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് മാണിസാറിന്റെ നേതൃത്വത്തിൽ വന്ന ഒട്ടേറെ കാര്യങ്ങളല്ലേ. ഈ കാർഷിക മേഖലയുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് പാല കുറെ നാളുകളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശത്ത് പോലും IIIT പോലുള്ള സ്ഥാപനങ്ങൾ പാലായി വന്നു. അതുപോലെ തന്നെ ജേർണലിസത്തിന്റെ സ്ഥാപനങ്ങൾ, ഹോട്ടൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര വിദ്യാലയങ്ങളൊക്കെ പാലായി വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മുഖച്ഛായ മാറിയപ്പോൾ അതും ആ വികസനങ്ങളും ഒക്കെ നിലച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിൽ കൂടെ ജനങ്ങൾക്ക് ഉപകാരങ്ങളൊന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു, അല്ലെങ്കിൽ ആ IIIT കൊണ്ട് ആൾക്കാർക്കൊന്നും ഒരു ഉപകാരം ഇല്ല, അങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകൾ. ഒരു ജനപ്രതിനിധിക്ക് സമൂഹത്തെ സംബന്ധിച്ചല്ല, തന്റെ നാടിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് വേണ്ടേ. ആ കാഴ്ചപ്പാട് വികലമായ കാഴ്ചപ്പാടായാൽ പോരല്ലോ. ഞാൻ അതേക്കുറിച്ച് വലിയ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, 200 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 IIITകളിൽ ഒന്ന് പാലായിൽ, നമ്മുടെ തൊട്ടടുത്ത് പാലായിൽ വലവൂര് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതാണ്. അവിടെ അതെ, ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ജോസ് കെ മാണി കൊണ്ടുവന്ന വികസനമാണ്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് IIIT. അവിടെ അഡ്മിഷൻ കിട്ടാൻ കുട്ടികള് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ അഡ്മിഷന് വേണ്ടി ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതോ അവിടെ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവർ പഠിച്ചിറങ്ങുമ്പോഴേ അവർക്ക് ജോലി കൊടുക്കുവാൻ ഒട്ടേറെ പ്ലേസ്മെന്റിന് വേണ്ടി കമ്പനികൾ അവിടെ ക്യൂ നിൽക്കുക. അപ്പോൾ അത്ര വലിയ ഒരു സ്ഥാപനം, ഈ സ്ഥാപനം ഇവിടെ യാഥാർത്ഥ്യമായി ആ നാട് വികസിക്കുന്ന കണ്ടപ്പോഴാണ് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് ഇത് എന്ന് ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ, അതേ ഭാവി തലമുറയെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ വികലമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ സ്ഥാപിതമായത്. അപ്പൊ അവിടെയുള്ള എല്ലാ ഒഴിഞ്ഞു കിടന്ന വീടുകൾക്കെല്ലാം താമസക്കാരുണ്ടായി. ഇഷ്ടംപോലെ ഹോസ്റ്റലുകൾ വന്നു. നാട്ടിലുള്ള ആളുകൾക്കെല്ലാം അൺസ്കിൽഡ് ജോബ് ഹോസ്റ്റല് വാർഡനായിട്ടും അവിടുത്തെ ക്യാൻറ്റീൻ വർക്കറായിട്ടും കിട്ടി. ടാക്സിക്കാർക്ക് എല്ലാം ഓട്ടം. അതായത് ആളുകൾ വരുന്നത് പലരും വിമാനത്താവളത്തിൽ നിന്നാണ്. അപ്പൊ അവിടെ പോയി ഇവരെ കൊണ്ടുവരിക, ഫാൽക്കലിനെ കൊണ്ടുവരിക, ചില മാതാപിതാക്കൾ വരുന്നു, അങ്ങനെ അവർക്കെല്ലാം ഓട്ടം. ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം. ടൗണിലെ തിയേറ്ററിലൊക്കെ വിവിധ സ്ഥലങ്ങളിലെ പിള്ളേർ പഠിക്കുന്നതുകൊണ്ട് തെലുങ്കിലുള്ള സിനിമ, ഹിന്ദിയിലുള്ള സിനിമ, ഒറീസയിലുള്ള സിനിമ, അങ്ങനെയൊക്കെ ഇട്ട് ആ തിയേറ്ററുകൾക്ക് ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ട് പച്ചക്കറി, നാട്ടിലുള്ള പച്ചക്കറി മുഴുവൻ അവരെടുക്കുക. ഹോസ്റ്റലുകൾ നിരവധിയാണ്. പച്ചക്കറി എടുക്കുന്നു, മുട്ട ഉണ്ടാക്കിയാലോ അത് ഒഴിക്കുന്നു, മാംസത്തിനാണെങ്കിലോ അതെങ്ങനെ എല്ലാം ബിസിനസിന്റെ ഒരു പുതിയ തലപൂർണമായ ഒരു പദ്ധതി നാടിന്റെ സാമ്പത്തികമായിട്ട് ശക്തിപ്പെടുത്തി, ഉണർവുണ്ടാക്കി, അവരുടെ സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടുത്തി. അതാണ് ഒരു സ്ഥാപനം. അതായത് ഒരു MP എവിടെയെല്ലാം ഇടപെട്ട് എന്തെല്ലാം കൊണ്ടുവരാവുന്ന ജോസ് കെ മാണി എന്ന MP തെളിയിച്ചു തന്ന ഒരു ഭാഗം. അതുകൊണ്ട് പഞ്ചായത്തിലുണ്ടായ എന്നാ അറിയോ, അതിന്റെ പേര് കേന്ദ്ര ഗവൺമെന്റിന്റെ അദ്ദേഹം നിതിൻ ഗഡ്കരിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുന്നു.
ഈ 888 ഞങ്ങൾക്ക് പല റോഡുകളുണ്ട്. ആ റോഡുകളിൽ നിന്നെല്ലാം അങ്ങോട്ട് അപ്രോച്ച് വേണം. ആ റോഡെല്ലാം റൈഡിംഗ് ക്വാളിറ്റി കൊണ്ട് 17 കിലോമീറ്റർ കരൂർ പഞ്ചായത്തിലെ 17 കിലോമീറ്റർ റോഡ് BMBC നിലപാടി സംസ്ഥാന സർക്കാരിന് 10 പൈസ മുടക്കില്ല, കേന്ദ്ര സർക്കാർ പണിത് കൊടുത്തു. അങ്ങനെ സുന്ദരൻ റോഡിലൂടെയാണ് പഞ്ചായത്തിൽ വന്നതുകൊണ്ടാണ് അത് ഒരു സ്ഥാപനം വരുമ്പോൾ ഏതെല്ലാം മേഖലകളാണ് നല്ല റോഡ് വന്നപ്പം വനിതകളൊക്കെ 2 വീലർ പഠിച്ചു. മറ്റേ ടാറിടാത്ത കുട്ടിക്കുറഞ്ഞ റോഡായിരുന്നേ. അപ്പം അവര് സ്വയം പര്യാപ്തമായി. അവിടെ പുതിയ കടകൾ സ്ഥാപനങ്ങളെല്ലാം വന്നു, ചെറിയ താമസ സ്ഥലങ്ങളുണ്ടായി. അങ്ങനെ ആ നാടിന്റെ മുഖച്ഛായ അടിമുടി മാറി. അപ്പൊ തേങ്ങയാണോ, മുഴുവൻ തേങ്ങയാണോ, എന്ത് തേങ്ങയാണോ എന്നുള്ളത് ഇത് മനസ്സിലായോ? ഇതൊരു ഇങ്ങനെ വലിയൊരു തേങ്ങയാണെന്ന് ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയൊക്കെ പദ്ധതികൾ വരുമ്പോ അതിനെ നിരന്തരം പല രീതിയിലാണ് ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുക, കൊച്ചാക്കുക. ഇതിനൊക്കെ ഇപ്പൊ ജോസ് കെ മാണിയുടെ അല്ലെ മാണി സാറിന്റെയോ ഒരു പാരമ്പര്യം വെച്ച് അവരുടെ രീതി വെച്ച് ഇതിനെയൊന്നും പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷെ കൃത്യമായി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അത് ജോസ് കെ മാണിയുടെ വികസനം എടുത്തു നോക്കും. കൃത്യമായി ഇതിനൊന്നും മറുപടി പറയാനോ ഒന്നും ആ രീതിയിൽ അവിടുന്ന് മറുവശത്തുനിന്ന് ഇതിനെയൊക്കെ എഴുത്തി കാണിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. പക്ഷെ കാര്യങ്ങൾ കൃത്യമായി 1 by 1 ആയിട്ട് ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളത് 1 by 1 ആയിട്ട് അതിലൂടെയാണ് മറുപടി നൽകുന്നത് അല്ലേ. അത് സയൻസ് സിറ്റി ഒക്കെ എത്രയോ വലിയ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സയൻസ് സിറ്റി നമ്മുടെ കേരളത്തിന്റെ ഒക്കെ അഭിമാനമായി ദക്ഷിണേന്ത്യയിൽ തന്നെ വരുന്നത്. പശ്ചാത്തല വികസനമൊക്കെ എത്രയോ കാര്യങ്ങളാണ്. പാലായെ പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനമല്ലേ 888. അവര് പാലായെ മറക്കുവോ? മറ്റു സ്റ്റേറ്റിലെല്ലാം ഭയങ്കര ചൂടാണ്. ഇവിടെ ആ പാടെ 3 മാസം ചൂടിന്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്ത എല്ലാം നല്ല കുളിർമയുള്ള അന്തരീക്ഷം. ഈ നാടിന്റെ പ്രകൃതി ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, പച്ചപ്പ്, ഇതെല്ലാം ആകർഷിക്കുന്നു അവരെ. അതാണ് സമാധാനമായ അന്തരീക്ഷം, യാതൊരു വിവേചനങ്ങളും ഇല്ല, പീഡനങ്ങളും ഇല്ല. അങ്ങനെയാണ് ആ നാട്ടിലെ ഒരു വിദ്യാഭ്യാസം വളർത്തിയെടുത്തത്. ഇപ്പൊ ജോസ് കെ മാണിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചോദിക്കുക, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായ നേതാവായ ജോസ് കെ മാണി വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഒരു ആരോപണവും തുടർച്ചയായിട്ട്. അപ്പൊ എന്ത് പദ്ധതി വന്നാലും അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോയാൽ ജോസ് കെ മാണി തടസ്സപ്പെടുത്തുന്നു, ജോസ് കെ മാണി അതിന് ഭാരം തുടങ്ങി വെക്കുന്നു എന്നൊക്കെ. അതിപ്പോ എന്താ പറയുന്നത്, ഈ പരീക്ഷയില് 0 മേടിക്കുന്ന കുട്ടി പേന മോശമായിരുന്നു, പേന മോശമായി, അല്ലെങ്കിൽ അധ്യാപകൻ മാർക്ക് തന്നില്ല എന്ന് വിലപിക്കുന്നത് പോലെ ചെയ്യേണ്ട ജോലി ചെയ്യണ്ടേ. ഒരു ഡിസ്റ്റിങ്ഷനോട് കൂടി ഒരാൾ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റാങ്ക് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെങ്കിൽ അതിന് ഒത്തിരി എഫേർട്ട് ഇല്ലേ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഒരു കാര്യത്തിന് എഫേർട്ട് എടുക്കണം. അതിന് പുറത്തിറങ്ങി നിന്ന് ആക്ഷേപം ചൊരിയാൻ ആർക്കും പറ്റും. അത് ഗാലറിയിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ജോസ് കെ മാണി എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ, ജോസ് കെ മാണി എന്ത് കാര്യം മുടക്കിയതുകൊണ്ട് ഇപ്പൊ പാലായിലെ മാണി സാറിന്റെ മരണത്തോടുകൂടി നിർമ്മാണം 3/4 ഭാഗത്ത് നിന്നുപോയതല്ലേ നമ്മുടെ റിവർ വ്യൂ റോഡ്. ആ പാലം നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ അവിടെ നിന്ന് നോക്കണം. ആ റോഡ് അത്രയും 3/4% അല്ലേ, 3/4% പൂർത്തിയതാ. അവിടെ നിന്നുപോയി. അത് ജോസ് കെ മാണി മുടക്കിയതാണോ? അതിനുശേഷം തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് തർക്കങ്ങൾ പരിഹരിച്ച് അപ്പൊ അങ്ങനെയല്ലേ നമ്മളൊരു വികസനം കൊണ്ടുവരുന്നത്. ഏതെങ്കിലും വികസനം വരുമ്പോ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികം, എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ നിയമങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ നേതൃത്വം കൊടുക്കേണ്ടയാള് അതിനകത്ത് ഇടപെട്ടു, വേണ്ടപ്പെട്ടവരെ വിളിച്ചു കൂട്ടി തർക്കങ്ങൾ പരിഹരിച്ചു. അപ്പൊ അത് കഴിയുമ്പോൾ ചിലപ്പോൾ വേറൊരു തർക്കം വരും, വേറൊരു തടസ്സം വരും, അത് പരിഹരിച്ചു. അങ്ങനെയല്ലേ ഇത് കൊണ്ടുവരുന്നത്. എല്ലാത്തിനും കാരണം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ കാര്യം MLA എങ്ങനെയാണ് ഒരു ബൈപ്പാസ് പൂർത്തിയാക്കാൻ വേണ്ടി ഇടപെട്ടെന്നുള്ളത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ ഹിസ്റ്ററി എടുത്താൽ മതി. ഇഷ്ടംപോലെ കേസുകൾ, എന്നും തർക്കം. ഈ അടുത്ത കാലത്താണ് മണ്ണ് കൊണ്ടുപോകുന്നതിന് വരെ തർക്കവും കേസും പെറ്റീഷനുമായി. അതൊക്കെ എങ്ങനെയാ പരിഹരിച്ചെന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. മേലല്ലെങ്കിൽ പണിയാണ്. തന്നെയല്ല നമ്മള് ഈ അസംബ്ലി നമ്മൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇത് കൊണ്ടുവരുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒട്ടേറെ അവസരങ്ങളുണ്ട്. ഇപ്പൊ ജെയ്സൺ മുമ്പേ പറഞ്ഞു, ഇവിടെ പിന്നെ കളക്ടറുടെ മീറ്റിംഗ് ഉണ്ട്, വികസന സമിതികളുണ്ട്, ഇങ്ങനെ പല മീറ്റിങ്ങുകളുണ്ട്. അവിടെയൊക്കെ പോയി നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് അത് നേടിയെടുക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് അസംബ്ലിയിലെ നമ്മുടെ പ്രകടനം. ഞാൻ ഓർക്കുന്നു, മാണിസാറിനോടൊക്കെ ഞാൻ കൂടെ വന്നപ്പോ എത്രയാ കാണുന്ന പാലായിക്ക് വേണ്ടി അസംബ്ലിയിൽ കിട്ടുന്ന 1 സെക്കൻഡ് സാറ് കളയല്ല. ബാക്കിയുള്ളവരുടെ ചോദിച്ച് മേടിച്ച് അത് സബ്മിഷനിലൂടെ ആകാം, ചോദ്യത്തിലൂടെയാകാം, അല്ലെങ്കിൽ അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ ഇടപെട്ടോ ഏതെങ്കിലും ഒക്കെ തരത്തിൽ അസംബ്ലിയിൽ അത് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുന്നിൽ പിന്നെ അത് അവതരിപ്പിച്ച് അങ്ങനെയല്ലേ നാട്ടിലേക്ക് വികസനം കൊണ്ടുവരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പാലായില്
വളരെ സങ്കടം തോന്നി ഈ അടുത്ത നല്ലൊരു അസംബ്ലിയില് പാലായുടെ MLA-ക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരം അത് മറ്റൊരു MLA-ക്ക് കൊടുക്കും. ആ സംസാരം ആ സമയം പോലും ഉപയോഗിക്കുന്നില്ല. ജോസ് കെ മാണിയുടെ കുഴപ്പമാണ്. കടുവായ മേടിക്കുന്ന ചർച്ച നടക്കുന്നെങ്കിൽ മൃഗശാലയിലേക്ക് ചാടി എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറയാം എന്ന് പറയുന്നത് അങ്ങനെ അലേർട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് പാലായുടെ വികസനം സംബന്ധിച്ച് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആ പാലായുടെ MLA-ക്ക് ആ നാടിനെ കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന സമയം, ആ സമയം പോലും മലബാറിലുള്ള ഒരു MLA-ക്ക് അത് കൈമാറി. പിന്നെ അത് ജോസ് കെ മാണിയുടെ കുഴപ്പമാണ്. ജോസ് കെ മാണി എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് വികസനങ്ങളൊന്നും ഇതിനുവേണ്ടി ഒരു എഫേർട്ട് കൊടുക്കാതെ ഇതെല്ലാം തടയപ്പെടുകയാണ് എന്ന് വേഗമായിട്ട് വരുന്നവരോടും പോകുന്നവരോടും എല്ലാം അതൊരു രക്ഷപ്പെടൽ തന്ത്രം. തനിക്ക് അങ്ങനെ ഒരാളുടെ തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞ് മാറി നിൽക്കാനാണ്. ഞാൻ അത്ഭുതപ്പെട്ടുവാ. അങ്ങനെ ആരെങ്കിലും സംഭവിക്കും? ഒരു പഞ്ചായത്ത് മെമ്പർ സംഭവിക്കുമോ? നമ്മൾ 2 പഞ്ചായത്ത് മെമ്പർമാരാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്റെ വാർഡിലെ ഒരു വികസന പ്രവർത്തനം അപ്പുറത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടെന്ന കാര്യം? ഞാൻ ആ മെമ്പറാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? അത് പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കരഞ്ഞോണ്ട് നടക്കുക. അയ്യോ അപ്പുറത്തെ ആള് തടസ്സപ്പെടുത്തി, ഇപ്പുറത്തെ ആള് തടസ്സപ്പെടുത്തി. അങ്ങനെയാണോ? അങ്ങനെ ഒരിടത്തും നടക്കുന്നില്ലല്ലോ. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്തം ശരിയായി വിനിയോഗിക്കണ്ടേ? അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എല്ലാം തടിയൂരി രാവിലെ കുറച്ചു നേരം ചില ഷോയും ഒക്കെ നടത്തി എവിടെ പോകുന്നു ആർക്കറിയാം. അങ്ങനെയൊക്കെ നടന്നാൽ ഒന്നും നാട്ടിൽ വികസനം വരികയല്ല. അതിന് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതൊന്നും ശരിയായ ഒരു നടപടിയല്ല. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. 2024 നിങ്ങൾ പറഞ്ഞു പാലായെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു വിലാപത്തിന്റെ നാളുകളായിരുന്നു 2024 എന്ന് പറയുന്നത്. അപ്പം വികസന കാഴ്ചപ്പാടിൽ നിങ്ങൾ പാലായ്ക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ ശ്രീ ജെയ്സൺ, അങ്ങയുടെ ഒരു മാർക്ക് ദാനം എത്രത്തോളം ആയിരിക്കും? ഞാൻ 140 മാർക്ക് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ അനുഭവത്തിന്റെ വിളിച്ച നാടിലെ സ്ഥിതി അനുസരിച്ച് പറയുന്ന, ആരെയും കുറ്റപ്പെടുത്താനോ എഴുതി കാണിക്കാനോ ഇല്ല. നമ്മുടെ പരിശ്രമമില്ലായ്മ കൊണ്ട്, നമ്മുടെ എഫേർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നഷ്ടമായ കഥയേ ഉള്ളൂ. കാരണം ഏതായാലും എത്രയോ വർക്കുകൾ മുടങ്ങി കിടക്കുന്ന അറിയോ? ജനറൽ ആശുപത്രി റോഡ് പാലായിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റു സ്ഥലത്തൊക്കെ ബൈപ്പാസുകൾ ഉണ്ടായാലും പാലായിലേക്ക് നഗരത്തിലേക്ക് കടന്നു വരുന്ന മുഴുവൻ പൊതുമരാമത്ത് റോഡുകളെയും ഒറ്റ ബൈപ്പാസ് ലിങ്ക് ചെയ്താണ്. 2 സംസ്ഥാന പാതയെ ഒറ്റ ബൈപ്പാസ് കൊണ്ട് ലിങ്ക് ചെയ്തു. അങ്ങനെ അങ്ങോട്ട് വരുന്ന മുഴുവൻ റോഡും ആ ബൈപ്പാസിന്റെ ഭാഗമാക്കി. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തായിരുന്നു നമ്മുടെ ആശുപത്രി റോഡ്. അത് 600 മീറ്റർ ഉള്ളു. ഒരു സംസ്ഥാന പാതയും ഒരു ബൈപ്പാസും തമ്മിൽ. ആ 600 മീറ്റർ പണിയാൻ വേണ്ടി മാണി സാറ് 3,75,00,000 രൂപ അനുവദിക്കും. സ്ഥലം ഏറ്റെടുക്കാൻ കല്ലിട്ടു. ആ സ്ഥലം ഏറ്റെടുക്കാൻ റവന്യൂ പണം അനുവദിച്ചു. ഇപ്പൊ ആണ്ടെ അതില്ല. നഗരത്തിന്റെ മധ്യത്തില് ഒരു ഇടവഴി, ഒരു മുനിസിപ്പൽ ഇടവഴിയായി മാറി. മുത്തുവലിയിൽ സമാന്തരമായി, അതായത് ഈരാറ്റുപേട്ട റോഡിന്, ഏറ്റുമാനൂർ കുഞ്ഞാർ റോഡിന് സമാന്തരമായി മുത്തുവലി കവരുന്ന 6 മറുകര വഴി ഭരണങ്ങാനത്തേക്ക് റോഡ് നിന്നുപോയി. അരുണാപുരത്തുനിന്നും വൈക്കം റോഡിലേക്ക് ഒരു റോഡ് നിന്നുപോയി. അങ്ങനെ നിരവധിയായ പദ്ധതികളാണ് പാലായ്ക്ക് നിന്നുപോയത്. ആരും തുടർ നടപടികളില്ല നിന്നുപോയത്. അപ്പൊ നഷ്ടമാണോ ലാഭമാണോ നമുക്കറിയാമല്ലോ. നമുക്ക് അവസരത്തിന് മുമ്പേ പറഞ്ഞു റബ്ബർ റോഡ് നിന്നിരിക്കുക. ചെറിയ ഇടപാട് മതി. അത് ഒരു ഉറപ്പ് കിട്ടിയാൽ അവരത് ചെയ്യും. അവിടെ അഡ്വാൻസ് പൊസിഷൻ മേടിച്ചെടുക്കാം. പക്ഷെ അതിനൊരു ചർച്ച നടത്താൻ ഒരാള് വേണ്ടേ? KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കി അതേപോലെ നിൽക്കുന്നു. അത് ലേലം ചെയ്ത് കൊടുത്താൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ നമ്മുടെ നഗര കേന്ദ്രീകൃതമായ കുറെ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുന്നു, നമ്മുടെ മലയോര പഞ്ചായത്തുകൾ, നമ്മുടെ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് ചേർക്കപ്പെട്ട പഞ്ചായത്തുകൾ. അപ്പൊ മാൻസാറിന്റെ കാലത്ത് കുറെ റോഡുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി. ജോസ് കെ മാണി MP ആയിരുന്ന കുറെ റോഡ് ഉണ്ടാക്കി. പിന്നെ ഒരു ഗ്രീൻ സർക്യൂട്ട് പദ്ധതി, ഒരു ടൂറിസം പ്രോജക്ട് വന്നത്. അതിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 6 പഞ്ചായത്താണ് പാലായിലേക്ക് ചേരുന്നത്. അതായത് മീനച്ചി താലൂക്കിലെ ഇരുണ്ട പ്രദേശങ്ങൾ എന്ന് പറയും. യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാതിട്ട് ജനം അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. തലനാട് പഞ്ചായത്തിൽ ഇന്ന് 4,000 പേരെ ഉണ്ട്. ഒരു മുഖ്യമന്ത്രി, 3 മന്ത്രിമാര്, ഒരു ക്യാബിനറ്റ് റാങ്കാണ്, ഒരു കേന്ദ്രമന്ത്രി പ്രതിനിധീകരിച്ച സ്ഥലമാണ്. അറിയാം, പൂഞ്ഞാർ. അതിന്റെ ഭാഗത്തുള്ള 6 പഞ്ചായത്താണ് പാലായി ചേർന്നത്. യാതൊരു നടപടിയില്ല. പാലായിലേക്ക് തിരിച്ചു കിട്ടുന്നു. പാലായിലേക്ക് കിട്ടിയപ്പം അവിടെ സ്വർഗം നിർമ്മാണിക്കുക. എല്ലായിടത്തോട്ടും കമനീയമായ റോഡ് സൗകര്യം ഉണ്ടാക്കി. മീനച്ചലിന്റെ എവറസ്റ്റ് ആയ ഇല്ലിക്കലിലേക്ക് റോഡ് ഗതാഗതം തുറന്നു. ഇന്നത്തെ 2025 കുറിച്ച് ഒരു റൈറ്റപ്പ്, കോട്ടയം ജില്ലയിലെ 2025 കുറിച്ച് ഒരു റൈറ്റപ്പ് ഇന്ന് മനോരമയില് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനെ ഇല്ലിക്കൽ കല്ല് 2014 2014 റോഡ് വികസനം വന്നതോടുകൂടിയാണ്
ഇല്ലിക്കൽ കല്ല് ഇങ്ങനെ ലോകശ്രദ്ധ ആകർഷിച്ചതെന്നും അതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞ് എടുത്തു കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ടൂറിസം ഗ്രീൻ ടൂറിസം പ്രോജക്ട് അത് നിർജ്ജീവമായി. എസ് കെ മാണി അതിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം മാറി കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതി 1000 കോടി രൂപയുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചറിലേക്ക് റോഡ് വെട്ടി, അത് നബാർഡ് സ്കീമിലാണ് ആ റോഡ് ഉണ്ടാകുന്നത്. പൂഞ്ചറ തന്നെ അവിടെ ഉണ്ടാക്കി, പൂഞ്ചറ കെട്ടി അവിടെ ഉണ്ടാക്കിയിരിക്കുക. നല്ലൊരു പൂഞ്ചറ ജലാശയം ആ കുന്നിന്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുക. അവിടെ ആളുകൾക്ക് കുടിവെള്ളത്തിനും അവിടെ നിന്ന് സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ റോഡ് വെട്ടി പണിത് തീർത്ത് സോളിങ് നടത്തിയപ്പം ഈ നബാർഡും ഈ കോൺട്രാക്ടറുമായിട്ട് ഒരു തർക്കം ഉണ്ടായി. സമയത്ത് തീർന്നില്ല. അങ്ങനെ ആ പരിപാടി അവിടെ വെച്ച് കോടതി കേസായി. കോടതി ആ കോൺട്രാക്ടറെ ഒഴിവാക്കി. അതുകൊണ്ട് ആ റോഡ് ടാർ ചെയ്തില്ല. പക്ഷെ അന്നേരത്തെ വ്യവസ്ഥ എന്നാ വെച്ചാൽ അത് പൊതുമരാമത്ത് ടാർ ചെയ്ത് കൊടുക്കണമെന്നുള്ളായിരുന്നു. അങ്ങനെ അത് ടാർ ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ ടാർ ചെയ്തതിന്റെ അവിടെ നിന്ന് ഈ ഇലവിഴ പൂഞ്ചിറയിലോട്ട് കയറുന്ന റോഡ് ഇന്ന് ഓഫ് റോഡാ. വലിയ ഉണ്ടക്കല്ലിന്റെ അകത്തോടെ ജീപ്പിലൂടെ കയറണം. അതൊന്നും നന്നാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. എത്രയോ ആയിരങ്ങളാ അവിടെ വരുന്നത്. പുറത്ത് നാട്ടിൽ നിന്നും ആളുകള് ഇന്ന് KSRTC ബഡ്ജറ്റ് ടൂറിസം ഒക്കെ അങ്ങോട്ട് വെക്കുക. അപ്പം ഓഫ് റോഡ് യാത്ര ഒരു ദുരിതം. ഇത് അവിടെ ഒരു ഫെസിലിറ്റി, ഒരു നല്ല ടോയ്ലറ്റ് ഉണ്ടാക്കാൻ, ഒരു വിശ്രമ സങ്കേതം, സിറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്രയോ അതുപോലെ ഈ മാനസാറിന്റെ വേറൊരു പ്രൊജക്ട് ആയിരുന്നല്ലോ നമ്മുടെ ഈ പിൽഗ്രിം അതുകൊണ്ട് ടൂറിസം, നമ്മുടെ നാലമ്പലം, കടപ്പാട്ടൂര്, അങ്ങനെയൊക്കെ ബന്ധിപ്പിച്ച അതൊക്കെ ഇപ്പൊ നിലച്ചു പോയി. അതിനെ കുറിച്ചൊന്നും കേൾക്കുന്നു. ടൂറിസം ക്ലബ് ചെയ്തു. നാലമ്പലവും ഭരണങ്ങാനവും രാമപുരവും ശബരിമലയും എല്ലാം കൂടെ ലിങ്ക് ചെയ്ത് ഒരു ശബരിമല സീസൺ. അപ്പൊ നാലമ്പലം ദർശിക്കാൻ ഒരുപാട് ആളുകളെ പാലായിലേക്ക് ആകർഷിക്കാൻ ചെയ്ത പരിപാടിയാണ്. സർക്കാർ എല്ലാ സ്ഥാപനത്തിലും വൻ തുക കൊടുത്തു. നാലമ്പലം എന്ന് പറഞ്ഞ സ്കീം തന്നെ ഉണ്ടാക്കി ദർശനത്തിന് വരുന്നവർക്ക് യാത്രാ സൗകര്യം നൽകാൻ വേണ്ടി നാലമ്പല റോഡ് വികസനം അവിടെ അങ്ങ് നടപ്പാക്കി. രാമപുരം പഞ്ചായത്ത് മുഴുവനുള്ള റോഡുകൾ ആധുനികവൽക്കരിച്ചു. അങ്ങനെയൊക്കെയാണ് നാട്ടിൽ ഡെവലപ്പ് കൊണ്ടുവന്നത്. അപ്പൊ ആളുകൾ വരുന്നു, അവർക്ക് സൗകര്യം ഒരുക്കുക, അവരെ മറ്റ് വിനോദത്തിലേക്കും കൂടെ മാറ്റിവിടുക, അങ്ങനെ ഇക്കണോമിയെ രൂപപ്പെടുത്തുക. ഇതായിരുന്നു അത് ചെയ്തത്. എടപ്പാടിയില് ശ്രീനാരായണ പഠന കേന്ദ്രം ഭരണങ്ങാനത്ത് അമ്പലത്തോടനുബന്ധിച്ച് അവിടെ ഒരു പിൽഗ്രിം സെന്റർ കൊണ്ടുവന്ന പദ്ധതികളാണ് ഇതെല്ലാം. ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഈ ടൂറിസം വികസനമൊക്കെ സാറ് വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ കോട്ടയം ജില്ലയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നത്. സാറിന്റെ കാലം വരെ അതെല്ലാം പോയി. വീണ്ടും കുറെ പദ്ധതികളൊക്കെ സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പിന്നീടൊന്ന് തിരിച്ചു വന്നില്ല. അതെല്ലാം അവിടെ നിലച്ചു പോകുന്ന ഒരു വിമർശനം. വേറൊരു വിമർശനം, മാനസാർ മന്ത്രിയായിരുന്നു, പാലക്കാരനായിരുന്നു. ഇപ്പൊ ഇടുക്കി MLA ആണെങ്കിലും പാലക്കാരനായ ഒരു മന്ത്രി കേരള മന്ത്രിസഭയിലുണ്ട്, ശ്രീ റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പാലായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചൂണ്ടിക്കാണിക്കാൻ. പാലായ്ക്ക് ഇത് ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അദ്ദേഹം മന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഉടൻ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനും പങ്കെടുത്തു. ചോദ്യം ചോദിച്ചു. അതായത് മീനച്ചി താലൂക്ക് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി വരണ്ടുണങ്ങുന്ന വേനൽക്ക് അങ്ങേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മീനച്ചി റോർവാലി പദ്ധതി, മനസ്സാൽ കൊണ്ടുവന്ന പദ്ധതി നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം അങ്ങേര് എനിക്ക് തന്ന മറുപടി, ചാനലിലൂടെ തന്ന മറുപടി, ഏത് മാനസാറിന്റെ ആ സ്വപ്ന പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. അതിന്റെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പലരും പാലക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്ന തലപ്പത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ ജലവിഭവ വകുപ്പിന്റെ ഒക്കെ അവരൊക്കെ ഇത് പെൻഡിങ് വെച്ചു. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് എന്നതാ, ഈ ഇടുക്കി പദ്ധതിയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളം ഇന്ന് പെരിയാറിനെ തിരിച്ചുവിട്ടാണ് മൂവാറ്റുപുഴ ആറ്റിലോട്ട് വെള്ളം വിടുന്നത്. അത് ഓർക്കണം. അതിന് ആർക്കും തടസ്സം വന്നില്ല. പക്ഷെ പാലയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ തടസ്സം ചിലർ ഉന്നയിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വെട്ടിക്കാട്ടുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേമ്പനാട്ട് കായലിലേക്ക്, വൈക്കം കായലിലേക്ക് പോകുന്ന വെള്ളമുണ്ട്. അതിൽ1% പാലായ്ക്ക് ഒന്ന് തന്നാൽ മതി. ആ ഒരു വാദം ഉയർത്തി. റോഷി അത് അംഗീകരിച്ചു. അത് ന്യായമാണ്. വെറുതെ കായലിലേക്ക് വെള്ളം പെടേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആ വെള്ളം ഇങ്ങ് തരാം, ഒരു പങ്ക് മതി. നമുക്ക് ഇവിടെ 2 മാസത്തേക്കുള്ള കേസുള്ളൂ. വേറെ കാലത്ത് ഒന്ന് ഒഴുകണം. ഇവിടെ നമുക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാകണ്ടേ? അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി, 1200 കോടി രൂപയുടെ മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതി കേരള വാട്ടർ അതോറിറ്റി കേരളത്തിൽ നടപ്പാക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റാണ്. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ടാങ് നടക്കയില്ലാന്നൊക്കെ എല്ലാരും പറഞ്ഞായിരുന്നു. മുന്നോട്ട് പോവില്ല. ജലശുദ്ധീകരണശാല 13 പഞ്ചായത്തുകളിൽ ജലശുദ്ധീകരണശാലയ്ക്ക് തറക്കല്ലിട്ടു. അതിന്റെ പ്രൊജക്ട് 13 പഞ്ചായത്തുകളിൽ ജലസമൃദ്ധി അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടാ. തടസ്സങ്ങളെ അതിജീവിച്ച എവിടെയെല്ലാം തടസ്സം ഉണ്ടാക്കാമോ അവിടെയെല്ലാം ഉണ്ടാക്കി. പാല എന്ന് പറയുമ്പോൾ എന്തോ ഒരു തടസ്സവാദം കുറെ ജീവനക്കാർക്ക്, കുറെ ആളുകൾക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. മീനച്ചി റോർവാലി 1990-കളിൽ പൂർത്തിയാകേണ്ട കേട്ടോ. അതറിയാമോ? അത് കല്ലെറിഞ്ഞ് ഓടിക്കുകയത് മീനച്ചി താലൂക്കുകാർ തന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചു. മാണിസാറിന്റെ പദ്ധതി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അതൊക്കെ ഒരു മുഖ്യമന്ത്രി വരെ അതിനെ കൂട്ടുനിന്നുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു, പലകോ അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ അത് ഇല്ലാതാക്കിയ നാട്ടിലാണ് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരുന്നത്.
അതിന് DPR തയ്യാറാക്കാൻ വേണ്ടി വാപ്കോസ് ഒന്ന് കേന്ദ്ര ഏജൻസിക്ക് റോഷി അഗസ്റ്റിൻ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അതിന്റെ തുടർന്ന് നടക്കുക. അത് സാധ്യമാകട്ടെ, ഇവിടെ നീരണിയട്ടെ എന്ന് വിശ്വസിച്ച് ദാഹം മാറട്ടെ എന്ന് ആശംസിക്കുക. 2024 പാലായിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മാർക്ക് ഞാൻ ചോദിച്ചു. അത് അദ്ദേഹം പറഞ്ഞു 140ാമത്തെ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞ്. എനിക്ക് ശ്രീ അവസരത്തിൽ ചോദിക്കാനുള്ളത്, 2025 ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ പാലായ്ക്ക് പ്രതീക്ഷയുടെ വർഷമായിരിക്കുമോ? എന്താണ് താങ്കളൊരു പ്രതീക്ഷ? 2020 നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷ നമ്മള് പാലായിക്ക് 2025 നല്ല സുന്ദര വർഷം, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന, നാടിന്റെ വികസനം ഉണ്ടാകുന്ന വർഷമായി തീരണം എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അത് രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയം ഒരു വഴിക്ക് നടക്കും. പക്ഷെ രാഷ്ട്രീയത്തിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ നാടിന്റെ വികസനം, നാട്ടുകാരുടെ ആവശ്യങ്ങള് അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയണം. അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും നല്ലത്, എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. അത് പഞ്ചായത്ത് മെമ്പറാണെങ്കിലും, ബ്ലോക്ക് മെമ്പറാണെങ്കിലും, ജില്ലാ പഞ്ചായത്താണെങ്കിലും, MLA ആണെങ്കിലും, MP മാരാണെങ്കിലും, കൊടിയുടെ വ്യത്യാസം നോക്കാതെ, രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം നോക്കാതെ, നിറ വ്യത്യാസം നോക്കാതെ, നാടിന് വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ പാലായെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഇനിയും ഒന്നാം വികസന കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പാലായെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതിൽ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇവരെ കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ കൂട്ടായ പ്രയത്നം എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ആരുമായി സഹകരിക്കാൻ തരണം, ആ രീതിയിൽ ഒരു പ്രസംഗമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രവൃത്തിയിലേക്ക് അത് വരണം. അല്ലാതെ എന്തെങ്കിലും ഒരാൾ വികസനം ഉണ്ടെന്നും ഉടനെ അതിനെ ഏതെങ്കിലും ഇകഴ്ത്തി കാണിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, അത് നാട്ടിൽ മോശമാക്കാൻ, കൊണ്ടുവന്നയാളെ പിന്നെ പുച്ഛിക്കുക, ആക്ഷേപിക്കുക, പൊതുജനങ്ങളുടെ മധ്യത്തിൽ ആക്ഷേപിക്കുക, പൊതുവേദിയിൽ ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിൽ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിച്ചാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ വെടിഞ്ഞ് നമ്മുടെ നാടിന് വേണ്ടി, നമുക്കുള്ള ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അതിന് കഴിയട്ടെ. അതിന് കഴിയുമ്പോൾ നമ്മൾ നിറവ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വികസന കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു പോകാൻ 2025 ആ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് എടുത്താൽ, അത് എടുക്കേണ്ടവർ ആ രീതിയിൽ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊരു വേദനയേ ഉള്ളൂ. അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടിരിക്കട്ടെ. തുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കണം, പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് നഴ്സിംഗ് പഠനം. പാലായിൽ ഒരു ജനറൽ ആശുപത്രി ഉണ്ട്. അത് തൊടുപുഴയിലെ ജനറൽ ആശുപത്രി പുതുപ്പള്ളിയിലില്ല. അവിടെയൊക്കെ മന്ത്രിയോട് അവിടെ ഇല്ല. ആശുപത്രിയുടെ കാര്യത്തൊക്കെ വരികയാണ്. താങ്കൾ അതിന്റെ ഒരു സമിതിയിലുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ നടത്തിയ സമിതിയിലുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയിലുണ്ട്. അപ്പൊ അവിടുത്തെ ക്ലിനിക്കൽ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് BSc നഴ്സിംഗ് ആരംഭിക്കാം, പാരാമെഡിക്കൽ ആരംഭിക്കാം. ഗവൺമെന്റ് പ്രാവശ്യം ബഡ്ജറ്റിൽ അനുവദിച്ച നമുക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അസാപ്പിന്റെ കേന്ദ്രം നൈപുണ്യ വികസനത്തിന്റെ കാര്യത്തില് നടത്താം. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്ത് അത് നിശ്ചലമായി കിടക്കുക. അങ്ങനെ വിവിധ മേഖലകളിൽ റെയിൽവേ, കേരള റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണ് പാല ഏറ്റുമാനൂർ റെയിൽവേ ലിങ്ക്. ബസ്സൊക്കെ ഇല്ലാതായാലും നമുക്കൊരു മറ്റൊരു ഗതാഗത മാർഗം തുറന്നു കിട്ടും. അതുപോലെ തന്നെ ഈ മിനിച്ചർ റെയിൽവേ പദ്ധതി ഉണ്ട്, അത് ഫിനിഷ് ചെയ്യണം. അതിന്റെ ഒരു തീരുമാനമായിരിക്കണം. ആ തർക്കങ്ങൾ ഒഴിവാക്കി എത്രയും അങ്ങനെയൊക്കെയുള്ള തീരുമാനം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പാലയിലെ ആശുപത്രി പറഞ്ഞ 52 കിടക്കുകളാണ്, 52 ഡോക്ടർമാരാണ്, 341 ബെഡ് സൗകര്യം. അവിടെ മനസ്സാർ കാത്തിലാവ് ഫെസിലിറ്റി അനുവദിച്ചായിരുന്നു. കാത്തിലാവ് അനുവദിച്ച് അതിനുവേണ്ടി പ്രത്യേക ബിൽഡിംഗ് തീരുമാനിച്ചു. അത് ഉണ്ടായിട്ടില്ല. മറ്റേ കാർഡിയോളജി വിഭാഗത്തിൽ പ്രതിരോധ ചികിത്സാ വിഭാഗത്തിലെ മുഴുവൻ ഡോക്ടർമാരെ മാറ്റിക്കൊണ്ടുപോയി. ആർക്കും പ്രതിഷേധമില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറയാം. മെഡിക്കൽ ആശുപത്രി കഴിഞ്ഞാൽ തൊട്ട് താഴെ ജനറൽ ആശുപത്രി. അത് സംസ്ഥാനത്തെ 7ാമത്തെ ജനറൽ ആശുപത്രിയാണ് പാലായിലേത്. പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ, ഡോക്ടർമാരെയൊക്കെ ആരും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ട് പോവുക. അങ്ങനെ അവിടെ എന്തോ ഒരു ലാബ് സൗകര്യം ജോസ് കെ മാണി അവിടെ ലാബ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യതയുള്ള മെഡിക്കൽ പരിശോധന, രോഗനിർണയ പരിശോധന നടത്താനുള്ള ക്വാളിറ്റിയുള്ള പരിശോധന ഉണ്ടോ? എല്ലായിടത്തും എററില്ല. അവർ കൃത്യമായിട്ട് ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്ത് ഇറക്കുമതി ചെയ്ത ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ വെച്ചാണ് അവിടെ നോക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക്, ഡോക്ടർമാർക്ക് ഇപ്പൊ ആ റിസൾട്ട് മതി. പല എതിർപ്പായിരുന്നു. അത് അടുത്ത കാലത്തും സർക്കാരിന്റെ ചില വേദികളിലുള്ള ആളുകൾ കുറിപ്പെഴുതി അത് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ മാറ്റും. അതുകൊണ്ടാണ് ആശുപത്രി ഓടുന്നത്, നാട്ടുകാർ ഓടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളില്ല. എല്ലാ മൈക്രോബയോളജി ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ഉണ്ട്. 24 മണിക്കൂറുണ്ട്. സർക്കാർ റേറ്റ് വീണ്ടും ജോസ് കെ മാണി അടുത്ത പ്രൊജക്റ്റുമായിട്ട് വന്നു. ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ റേഡിയേഷൻ ഇല്ല. നമ്മൾ അവിടെ മുനിസിപ്പാലിറ്റിയുടെയും ആശുപത്രിയുടെയും സഹകരണത്തിലൂടെ കീമോ ഉൾപ്പെടെയുള്ള സൗജന്യമായിട്ട് കൊടുക്കുക. ഒരു രോഗിയെ തുടങ്ങി ഇന്ന് 7500 രോഗികളാണ്, ക്യാൻസർ രോഗികളാണ്
പാലായി ചികിത്സ തേടുന്നത്. 7,000 ഒരു ഡോക്ടറേ ഉള്ളൂ. അവർക്ക് റേഡിയേഷൻ ചികിത്സ കൂടെ കൊടുക്കണം. അപ്പൊ റേഡിയേഷൻ ചികിത്സയ്ക്ക് വേണ്ടി RCCB പോകുന്നു, അല്ലെ കോട്ടയത്തിന് പോകുന്നു, അല്ലെ എറണാകുളത്ത് പോകുന്നു. അത് ഭയങ്കര ചെലവേറിയ. ഒരു രോഗിയും കൊണ്ട് പോകുമ്പം ഒരു വണ്ടി വേണം, രോഗി അവശതല്ല, 2 സഹായികൾ വേണം, ഒരു ഡ്രൈവർ. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പം ഈ ആളുകൾ ചില ദിവസം അവിടെ താമസിക്കേണ്ടി വരും. കീമോ കഴിയുമ്പോൾ താമസിക്കുന്ന അവസ്ഥയാണ് കിടക്കേണ്ടി വരും. അപ്പൊ വൻ ചെലവാ. ആ കുടുംബം സാമ്പത്തികമായിട്ട് തരുക. ഈ രോഗിക്ക് വേണ്ടി അവർ എത്രയോ പേരെ സഫർ ചെയ്യുന്നത്. നമുക്ക് നാട്ടിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ ജോസഫാണിയായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം അങ്ങനെ പറഞ്ഞു എന്നാ വേണ്ടത്. അപ്പൊ അങ്ങനെ 2 കാര്യം ചെയ്തു. ഉപകരണ സഹായത്തിന് കേന്ദ്ര ആണവോർജ ഏജൻസിയിൽ നിന്നും ഉപകരണ സഹായത്തിന് പണം അനുവദിച്ചു. അപ്പൊ പണം അനുവദിച്ചു ഒരു ചെറിയ വിഷയം വെച്ചു അലോട്ട് ചെയ്തപ്പം അത് വെക്കാനുള്ള റേഡിയേഷൻ സുരക്ഷാ ക്രമീകരണമുള്ള AERB, ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള റേഡിയേഷൻ സുരക്ഷാ മാനങ്ങളുള്ള കെട്ടിടമില്ല. അതിന് നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കി. ജില്ലാ പഞ്ചായത്ത്, പാലാ നഗരസഭ, NHM ഇങ്ങനെ എല്ലാവരെയും കൂടെ കൂടി അതിന് ഒരു തുക കണ്ടെത്തി. ഇപ്പൊ 7 കോടി രൂപ എടുത്ത് അത് നമുക്ക് സമാഹരിക്കാൻ ജോസ് കെ മാണി 2,40,00,000 രൂപ തന്നു. അപ്പൊ പുതിയൊരു പ്രൊജക്റ്റാ. അങ്ങനെയാണ് കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. MP ഫണ്ടിൽ നിന്ന് 2,40,00,000 രൂപ പാലായുടെ ആശുപത്രി ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി അദ്ദേഹം തന്നിരിക്കുക. ഇനി സഹായം തരാമെന്ന് പറഞ്ഞിരിക്കുക. വേണ്ടത് എന്താന്നാ ചോദിക്കുന്നത് ആ പ്രൊജക്ട്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു പുരോഗതി ഉണ്ടാകേണ്ടത്. അല്ലാതെ ജനങ്ങൾ എന്നാ RCCയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിടാനല്ല. എങ്ങനെ നാട്ടിലത് കൊടുക്കാം എന്നുള്ളതാണ്. നമ്മൾ അത്ര വിലമതിക്കേണ്ട കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികൾ ഒന്ന് ശ്രമിച്ചാൽ നിരവധിയായ പദ്ധതികൾ. പക്ഷെ ഇച്ഛാശക്തി വേണം, കാര്യപ്രാപ്തി വേണം, ഒരു താല്പര്യം വേണം. എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പാലായുടെ ഗതി അതോ ഗതി തന്നെ. ഈ ജനങ്ങളെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുക. ജനങ്ങളെ ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കരുത്, അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷന്റെ ഈ പഴയ ഒരു പേപ്പർ എടുത്ത് നോക്കിയപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ വളരെ സുന്ദര. പാലായില് പിന്നെ വൻതോതിലുള്ള ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കും. അതെ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കും പാലായിൽ. പിന്നീട് പക്ഷെ അതേക്കുറിച്ച് പിന്നീട് കേട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരെണ്ണം പിന്നെ IT പാർക്കുകൾ, പിന്നെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകുന്ന നിരവധിയായ IT പാർക്കുകൾ സ്ഥാപിക്കും. നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു പിന്നെ ഒന്നും കേട്ടില്ല. അതുപോലെ തന്നെ ഈ പാലായിലെ ഇപ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഇപ്പം പാലായിക്ക് 3 റോഡ്, മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഒന്ന് സെൻട്രൽ റോഡ്, ഒരു സൈഡിൽ റിവർ വ്യൂ റോഡ്, മറു സൈഡിൽ പിന്നെ ബൈപ്പാസ് റോഡ്. അപ്പോ അതിനെ കവച്ചു വെക്കാനെന്ന രീതിയിൽ ചരക്ക് വാഹനങ്ങൾ മാത്രം പോകുന്ന പുതിയ റോഡ് സ്ഥാപിക്കും. പ്രകടന പത്രിക കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നല്ലത് തന്നെ. വാഗ്ദാനങ്ങൾ വരട്ടെ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ പിന്നീട് അങ്ങോട്ട് അത് വയ്ക്കുക, അങ്ങ് പ്രഖ്യാപിക്കുക, അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുക, അതിന് 10 ഫ്ലെക്സ് ബോർഡ് വെക്കുക, പത്രപ്രസ്താവന നടക്കുക, അതങ്ങ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ പുതിയ എന്തെങ്കിലും പറയാം. അത് ജനങ്ങളെ നമ്മൾ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്, അവരുടെ ഓർമ്മശക്തിയെ. അങ്ങനെ പോകണം, തടസ്സമുള്ളൂ. ഈ റിംഗ് റോഡ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ 4 ഘട്ടമാണ്. ഒരു ഘട്ടം പൂർത്തിയാക്കി, ഒരു തർക്കവും ഇല്ലാതെ ഒരു ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. 2ാം ഘട്ടത്തിന് സർവേ ഏറ്റെടുപ്പിനും ഫണ്ടിനുമുള്ള അധിക ഫണ്ടിനുമുള്ള കാര്യങ്ങൾ നടക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിന് ആരും തർക്കമില്ലല്ലോ. ആർക്കും ഉടനെ നടത്താം. 4ാമത്തെ ഘട്ടം നടത്താം. അങ്ങനെ ഒരു കാര്യം ആരും പറയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാലും നമ്മൾ ഈ പുതുവർഷത്തില് നമുക്ക് പാലായെ കുറിച്ച് ചിന്തിക്കാനും പാലായെ കുറിച്ച് വിലയിരുത്താനും റിവ്യൂ തയ്യാറാക്കാനും ഭാവിയിലേക്കുള്ള പ്രത്യാശകളും പ്രതീക്ഷകളും പങ്കുവയ്ക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഒത്തിരി നന്ദി. പ്രേക്ഷകർക്കും ഈ ഒരു പാല വികസനത്തിന്റെ പാതയിൽ മുന്നേറട്ടെ, പാല ഇനിയുള്ള പാലയുടെ വർഷങ്ങൾ വികസനത്തിൻ്റെതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജെയ്സൺ മാന്തോട്ടത്തിനും ശ്രീ ഔസേപ്പച്ചൻ വാൽപ്പിലാക്കനും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സാർ ഇനിയും ഇത്തരം ചർച്ച തയ്യാറാകണം. എന്താണ് കുറവുകൾ, എന്താണ് വേണ്ടതെന്ന് ജനങ്ങളുടെ വികാരം തീർച്ചയായിട്ടും സാറ് തിരിച്ച് ഞങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്നല്ലോ. ഓക്കെ, പാല വളരട്ടെ.